ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക്. തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരപരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ 12 സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം. 2 കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി. 5 കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400070048 9447175048. എളനാട് തെണ്ടൻകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ പൊങ്കാല മഹോത്സവം നടന്നു. 100 കണക്കിന് ഭക്തർ പങ്കെടുത്ത ചടങ്ങിൽ മാതൃമണ്ഡലം വാർഷികവും പുതിയ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പും പൂർത്തിയായി. എളനാട് തെണ്ടൻകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയോടനുബന്ധിച്ചുള്ള പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി നടന്നു. കുടുംബൈശ്വര്യത്തിനും മംഗല്യഭാഗ്യത്തിനുമായി 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രാങ്കണത്തിൽ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാനെത്തിയത്. ഇന്ന് രാവിലെ 8 മണിക്ക് ക്ഷേത്ര ശ്രീലകത്തു നിന്നും പകർന്നു നൽകിയ ദീപത്തിൽ നിന്നും മേൽശാന്തി ക്ഷേത്രത്തിലെ പൊങ്കാലയടുപ്പിലേക്ക് തീ പകർന്നു. തുടർന്ന് ഭക്തർ തങ്ങളുടെ പൊങ്കാലയടുപ്പുകളിൽ അഗ്നി ജ്വലിപ്പിച്ച് പായസ നൈവേദ്യങ്ങൾ തയ്യാറാക്കി. ദേവിക്ക് പട്ടും താലിയും ചാർത്തുന്നത് പോലെ തന്നെ അതീവ വിശിഷ്ടമായാണ് തെണ്ടൻകാവിലെ മകരച്ചൊവ്വ പൊങ്കാലയെ ഭക്തർ കാണുന്നത്. പൊങ്കാല നിവേദ്യത്തിനു ശേഷം മേൽശാന്തി ശംഖുതീർത്ഥം തളിച്ചതോടെ ചടങ്ങുകൾ സമാപിച്ചു. ഗ്രാമത്തിൻ്റെ സുഹൃത്തുമായി മാറിയ ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ എളനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹോദരിമാരുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മാതൃമണ്ഡലം വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. രാവിലെ 9:15 നടന്ന യോഗത്തിൽ 2025 വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. തുടർന്ന് 2026 പുതിയ നിർവാഹക സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന നടപടികളും പൂർത്തിയായി. ഭക്തിയും വിശ്വാസവും ഒത്തുചേർന്ന മകരച്ചൊവ്വ ദിനം തെണ്ടൻകാവ് ക്ഷേത്രാങ്കണത്തിന് ധന്യമുഹൂർത്തമായി മാറി. ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാ പരിശ്രമങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ കർക്കിടക മാസത്തില് രാമായണം 30 ദിവസം രാമായണ പാരായണം നടത്താറുണ്ട്. 31-ാം തീയതി സമ്പൂർണ്ണ രാമായണ പാരായണം, അതിനോടനുബന്ധിച്ച പട്ടാഭിഷേക ഘോഷയാത്ര ഇവയൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ നവരാത്രിയോടനുബന്ധിച്ച് നവാഹം 9 ദിവസം ദേവി ഭാഗവത പാരായണം നടത്തി 9-ാം ദിവസം അത് അവസാനിപ്പിക്കും, പൂജ വെപ്പ് ദിവസം. പിന്നെ അമ്പലത്തിലെ പ്രത്യേക പരിപാടികളിലെല്ലാം മാതൃമണ്ഡലം സജീവമായിട്ട് പങ്കുകൊള്ളാറുണ്ട്. CCV ന്യൂസ് ചേലക്കര.